നമസ്കാരം, ഞാൻ കവിരാജ് അമ്പലപ്പുഴ. എൻ്റെ ഇന്തോനേഷ്യൻ യാത്രയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ സൂചിപ്പിച്ചത് ഒരു മരണാനന്തര ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിച്ച കാര്യങ്ങളായിരുന്നല്ലോ. മലാമിലേക്ക് പോകുന്ന യാത്രക്കിടയിൽ, അതായത് ബാലിയിൽ നിന്നും മലാമിലേക്ക് പോകുന്ന യാത്രക്കിടയിലായിരുന്നു അത് കണ്ടത്. അതിനുശേഷം ഞങ്ങളുടെ യാത്ര വീണ്ടും തുടർന്നുകൊണ്ടേയിരുന്നു മലാമിലേക്ക്. വഴിമധ്യേ കണ്ട ഈ സൗന്ദര്യങ്ങളാണ് എന്നെ പിടിച്ചു കുലുക്കിയത്. പല ഭാഗങ്ങളിലും ഞാൻ എൻ്റെ ഡ്രൈവറോട്, അതായത് എൻ്റെ ഗൈഡിനോട് പറഞ്ഞ് സൗന്ദര്യങ്ങൾ കൂടുതൽ കാണുന്ന ഭാഗത്തെല്ലാം നിർത്താനും അവിടുത്തെ ആ ചിത്രങ്ങളൊന്ന് ചിത്രീകരിക്കാനും എനിക്ക് കൂടുതൽ താല്പര്യമുണ്ടായിരുന്നു. അദ്ദേഹവും അതിന് കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. എവിടെയെങ്കിലും അത്യാകർഷമായിട്ടുള്ള ഏതെങ്കിലും ഒരു സ്പോട്ട് കണ്ടാൽ അവിടെ അദ്ദേഹം സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്യും, ഇത് ചിത്രീകരിക്കൂ എന്ന് പറയുകയും ചെയ്യുമായിരുന്നു. അത്രയ്ക്ക് കോപ്പറേറ്റീവ് ആയിരുന്നു അദ്ദേഹം. ഞങ്ങളുടെ യാത്ര മലാമിലേക്ക് ഇങ്ങനെ തുറന്നുകൊണ്ടേയിരുന്നു. ഞങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളിൽ പലതും കേരളത്തോട് നല്ല സാദൃശ്യമുള്ള സ്ഥലങ്ങൾ മാത്രമായിരുന്നു. ഭൂമിയിൽ മറ്റൊരു കേരളം എന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയത്. അത് സാധൂകരിക്കത്തക്ക പലതും കാണാൻ സാധിച്ചു. വഴിമധ്യേ കണ്ട ഒരു ചെറിയ ഒരു കടയിൽ ഞങ്ങൾ അവിടെ നിർത്തി. ഒരു ഫ്രൂട്ട്സ് കടയായിരുന്നു അവിടെ. ദുരിയാൻ അല്ലെങ്കിൽ പഴങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന ഒരു ഉഷ്ണമേഖല വിഭവമായിരുന്നു അവിടുത്തെ പ്രധാനപ്പെട്ട ഐറ്റം. ദശലക്ഷക്കണക്കിന് ആൾക്കാരുടെ ഹൃദയങ്ങളെയും രുചികളെയും കീഴടക്കിയിട്ടുള്ള ഒരു പഴമായിരുന്നു അത്. ഇപ്പോൾ ബാലിയിൽ ദുരിയാൻ കിട്ടാൻ വളരെ എളുപ്പമാണ്. തെക്ക് കിഴക്കൻ ഏഷ്യയിലുടനീളം വളരുന്ന അസാധാരണമായ ഒരു ഉഷ്ണമേഖലാ ഫലമാണ് ദുരിയാൻ. ഒറ്റ നോട്ടത്തിൽ ഒരു കവചിത ആയുധത്തോട് സാമ്യമുള്ള വലിയ കൂർത്ത തൊണ്ടുള്ള ദുരിയാൻ സൗന്ദര്യ മത്സരങ്ങളിൽ വിജയിക്കത്തില്ല. എന്നിരുന്നാലും ഈ ഭീമാകരമായ പുറംഭാഗം തുറക്കുമ്പോൾ നമുക്ക് ശ്രദ്ധേയമായൊരു വ്യത്യസ്ത നമ്മളെ സ്വാഗതം ചെയ്യും. ഇളം മഞ്ഞ മുതൽ ചടുതലമായ ഓറഞ്ച് വരെ നീളമുള്ള ഐസ്ക്രീം മോഡൽ കസ്റ്റാർഡ് പോലുള്ള ഒരു മാംസഭാഗമാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം. ചിലർ ഇതിനെ കാരാമൽ, ബദാം, ഉള്ളി എന്നിവയുടെ ഒരു സ്വർഗീയ സംയോജനവുമായി താരതമ്യപ്പെടുത്തുന്നുണ്ട്. ചിലർ ഇതിൻ്റെ ഗന്ധത്തെ ഗ്രീസ് ട്രാപ്പിനോട് താരതമ്യപ്പെടുത്തുന്നു. തെക്ക് കിഴക്കൻ ഏഷ്യയിൽ കൂടുതൽ സമയം നമ്മൾ ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പലപ്പോഴും ഈ അത്ഭുതകരമായ പഴത്തിന് സ്നേഹികളായി മാറും നമ്മൾ. ഈ ഫ്രൂട്ട്സിനെ താരതമ്യം ചെയ്യാൻ അക്ഷരാർത്ഥത്തിൽ മറ്റൊരു ഫ്രൂട്ട്സ് ഇല്ലെന്ന് തന്നെ പറയാം. ഇവിടെ ഒരു അമ്മാമ്മയാണ് ഈ കച്ചവടം നടത്തുന്നത് മുഴുവൻ. ഈ അമ്മാമ്മ ഒറ്റയ്ക്കാണ് അവിടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്, സെയിൽസും പാക്കിങ്ങും കൊടുക്കുന്നതും എല്ലാം. ഇതുവഴി പോകുന്ന വിസിറ്റേഴ്സ് എല്ലാവരും മിക്കവാറും ഒക്കെ ഇവിടെ ഇറങ്ങാറുണ്ട്. അവരാവശ്യമുള്ള ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ചിട്ട് വിസിറ്റേഴ്സ് മാത്രമല്ല, സഞ്ചാരികൾ മാത്രമല്ല, ലോക്കലായിട്ടുള്ള ആൾക്കാരും വന്ന് സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നുണ്ട്. ഞങ്ങളും ഇടയ്ക്ക് അവിടെ കയറി സ്വല്പം ഒന്ന് വിശ്രമിച്ചു, ഫ്രൂട്ട്സ് കഴിച്ചു. എന്തോ പറയുന്നേ, ഈ ഇന്തോനേഷ്യൻ ലാംഗ്വേജ് പറഞ്ഞാൽ എനിക്കൊന്നും മനസ്സിലാകത്തില്ല. മലയാളത്തിൽ വിവർത്തനം ചെയ്ത് പറയാമോ? എങ്കിലും എനിക്ക് മനസ്സിലാകാൻ പറ്റുന്നത്. ഇപ്പോഴാണ് എനിക്ക് സ്ഥലകാല ബോധം വന്നത്. ഞാൻ പറയുന്നത് അതിനൊട്ടും മനസ്സിലാകത്തില്ല. നമ്മുടെ ഭാഷ എവിടെ മനസ്സിലാകാൻ? അത് പറയുന്ന അല്പമെങ്കിലും മനസ്സിലാകുമായിരിക്കും. എൻ്റെ ഭാഷ ഒട്ടും അതിന് മനസ്സിലാകത്തില്ല. എങ്കിലും ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തു. ഞങ്ങൾ അവിടെ ചെന്നതിലും ചിത്രങ്ങൾ എടുത്തതിലും ഇതെല്ലാം ചിത്രീകരിച്ചതിലും വളരെ സന്തോഷവതിയായിരുന്നു ആ അമ്മമ്മ. ഞങ്ങളെക്കൊണ്ട് പല രീതിയിലുള്ള ഈ ചിത്രങ്ങൾ എടുപ്പിച്ചായിരുന്നു. ഇതെല്ലാം യൂട്യൂബിൽ ഇടണമെന്നും എൻ്റെ കടയിലേക്ക് ഒരുപാട് പേര് വരാൻ വേണ്ടിയുള്ള സഹായിക്കും ആ വീഡിയോ എന്നും പറഞ്ഞുകൊണ്ട് ഒരുപാട് എന്നെക്കൊണ്ട് വീഡിയോ എടുപ്പിച്ചു. അതോടുകൂടി അമ്മാമ്മയിൽ ഉറങ്ങിക്കിടന്നിരുന്ന കലാവാസന അങ്ങ് ഉണർന്നു. അവരുടെ കടയിൽ പരസ്യമാണ് പറയുന്നത്, എല്ലാവരും ഈ കടയിലേക്ക് വരാൻ വേണ്ടി, ഐബു റായി എന്ന കടയിലേക്ക് വരാൻ വേണ്ടിയാണ് പറയുന്നത്. ഓക്കെ, താങ്ക് യു. അതിനുശേഷം മലാമിനെ ലക്ഷ്യപ്പെട്ടുള്ള ഞങ്ങളുടെ യാത്ര തുടർന്നു. ഇനി ഞങ്ങൾക്കൊരു ചെറിയ വാട്ടർഫാൾ ഉണ്ട്, അവിടെ പോയി കാണണം. പക്ഷേ ഗുസ്തി ഇതിന് മുൻപ് അവിടെ പോയിട്ടില്ല. ആ വാട്ടർഫാൾ പോയി നേരിട്ട് കണ്ടിട്ടില്ല, അവിടെ ഉള്ളതായിട്ട് മാത്രമേ അറിയാവുള്ളൂ. അതുകൊണ്ട് ഞങ്ങളുടെ യാത്ര ഒരു ഇടവഴിയിലേക്ക് തിരിച്ചു. ഇടവഴി കുറേ സഞ്ചരിച്ചതിന് ശേഷം മാത്രമേ അവിടെ എത്തിപ്പെടുകയുണ്ടായിരുന്നു. 50,000 അവിടെ എത്തി. അവിടെ ഒരു ചെറിയ ടിക്കറ്റ് എടുത്തു. എൻട്രൻസിലേക്ക് ഞങ്ങൾ കയറി. ഒരു ചെറിയ റിസോർട്ടിൻ്റെ മോശായും മറ്റു പ്രവർത്തന രീതികളൊക്കെ അവിടെ കാണാനുണ്ടായിരുന്നു. ഇതാണ് ആ
വാട്ടർഫാളിലേക്ക് പോകാനുള്ള വഴി എൻട്രൻസ്. ഈ ഭാഗത്തുനിന്ന് കുറേ അധികം മല ഇറങ്ങേണ്ടി വരും വാട്ടർഫാൾ കാണണമെങ്കിൽ. അതവരെ നേരത്തെ പറഞ്ഞിട്ട് ഇതിനിടയിലാണ് പ്രായം ചെന്ന 2 വിദേശികളെ കാണാൻ സാധിച്ചത്. ഇത്ര ഇറക്കം എല്ലാം കഴിഞ്ഞ് അവർ പ്രായത്തിൻ്റെ വൈകല്യങ്ങളുണ്ടെങ്കിൽ പോലും അതിനെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് മറന്നുകൊണ്ട് സന്തോഷമായിട്ട് ജീവിക്കുന്നു. ഇങ്ങനെ വേണം ജീവിക്കാൻ. അന്യോന്യമുള്ള അവരുടെ സഹകരണം കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. വിസിറ്റ് പോവുകയാണ്, അവിടെ തന്നെ ഇറങ്ങിപ്പോവാണ്. ഞാൻ ചെല്ലുന്നുണ്ടോ പ്രത്യേകം നോക്കുന്നുണ്ട്. ഇടയ്ക്ക് വെച്ച് എനിക്ക് ചില മനംമാറ്റങ്ങളുണ്ടായി. പോകണോ ഇനി ഇറങ്ങണോ എന്നൊക്കെ തോന്നിയിരുന്നു. പിന്നെ എന്തായാലും ഇറങ്ങി തിരിച്ചെല്ലാം മുഴുവൻ കാണാമെന്ന് തന്നെ വിചാരിച്ചു. യാത്രാമധ്യേ കണ്ട ഒരു ചെറിയ അരുവി. വിസിറ്റേഴ്സ് അവിടെ ഉണ്ട്, യാത്രക്കാരൊക്കെ ഉണ്ട്. ഇതാണ് ആ ചെറിയ വാട്ടർഫാൾ എന്ന് പറയുന്നത്. പക്ഷെ കണ്ടു കഴിഞ്ഞപ്പോഴെനിക്ക് തോന്നി ഇതിനു വേണ്ടിയാണ് ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ എത്തിയത്, ഇതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു. ഒന്നാമത് അതിൻ്റെ വെള്ളത്തിൻ്റെ നിറം, മുകളിൽ നിന്ന് കലങ്ങി വരുന്ന വെള്ളം, നല്ല വെള്ളമായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഭംഗി തോന്നിയേനെ. ഇത് കണ്ടതിൽ എനിക്ക് അത്ര തൃപ്തിയായിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം ഒരുപാട് നടന്നിറങ്ങി വരേണ്ടി വന്നത് കാണാൻ വേണ്ടി. അവിടെ നിന്നും തിരിച്ചു കയറി ഞങ്ങൾ മലാമലയ്ക്കുള്ള യാത്ര തുടർന്നു. വഴിമധ്യേ ഒരു ലേക്ക്, ഒരു തടാകം കണ്ടു. തടാകത്തിൽ തൊട്ടടുത്തായിട്ട് വിസിറ്റേഴ്സിന് വന്ന് വിശ്രമിക്കത്തക്ക രീതിയിലുള്ള കുറേ കാര്യങ്ങൾ അവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ ഒന്ന് സന്ദർശിച്ച് ടൗൺ ഏരിയയിൽ നിന്നും കംപ്ലീറ്റ്ലി ഔട്ടായിട്ട് ഞങ്ങളിപ്പോൾ നാച്ചുറൽ ഗ്രാമപ്രദേശത്തൂടെയാണ് യാത്ര ചെയ്യുന്നത്. തികച്ചും ഗ്രാമപ്രദേശം. എന്തായാലും റോഡുകളൊന്നും അത്ര കുഴപ്പമുള്ളതായിട്ടൊന്നും ഇല്ല. ഇവിടെയൊക്കെ റോഡുകളൊക്കെ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ ഉണ്ട്. ശ്രദ്ധയിൽപ്പെട്ടത് ഗ്രാമപ്രദേശമാണെങ്കിലും അവിടെ ടൂറിസ്റ്റിനുള്ള എല്ലാ സാധ്യതകളും ഓരോരോ പോയിന്റിൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ ഒരു കച്ചവടം തുടങ്ങുന്ന പോലെയോ അല്ലെങ്കിൽ ഒരു പെട്ടിക്കട തുടങ്ങുന്ന പോലെയോ ഒരു സർബത്ത് കട തുടങ്ങുന്ന പോലെയോ അതിനുള്ള ആ സൗകര്യം ഉണ്ടെങ്കിൽ, റോഡ് സൈഡ് ഉണ്ടെങ്കിൽ അവരവിടെ ഒരു ടൂറിസ്റ്റിന് ആകർഷിക്കുന്ന രീതിയിൽ എന്തെങ്കിലും 2 കാര്യങ്ങൾ ശരിയാക്കി വയ്ക്കും. ദൂരെ യാത്ര ചെയ്ത് വരുന്ന ടൂറിസ്റ്റുകൾ അവിടെ ഇറങ്ങും, അവിടെ ഇരിക്കും, കുറച്ച് പാനീയം കുടിക്കും, തണുത്തേന്ദ്രം കുടിക്കും, കരിക്ക് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വരികൾ കഴിക്കും. വണ്ടി പാർക്കാനുള്ള സൗകര്യമുണ്ട്. അതിൽ നിന്നൊരു വരുമാനം. അതാണ് അവരുടെ ലക്ഷ്യം, അവരുടെ ബിസിനസ് അതാണ്. അതായത് ഓരോ പൗരനും, ഇവിടുത്തെ ഓരോ പൗരനും എവിടെയെങ്കിലും സ്വല്പ സ്ഥലം കിട്ടിയിട്ടുണ്ടെങ്കിൽ, അത് റോഡ് സൈഡ് ആണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ എന്തെങ്കിലും ഒരു 4 തൂണും കുഴിച്ച് വെച്ച്, ഒരു പ്ലാസ്റ്റിക്കും മടിച്ച് കെട്ടി, 2 കരിക്കും എടുത്ത് വെച്ച്, കുറച്ച് വെള്ളം എടുത്ത് വെച്ച്, അതിന് ടൂറിസ്റ്റുകൾക്ക് വരാനും ഒരു അരമണിക്കൂർ ഇരുന്ന് അല്ലെങ്കിൽ 1 മണിക്കൂർ ഇരുന്ന് വിശ്രമിച്ചിട്ട് പോകത്തക്ക രീതിയിലുള്ള ഒരു സെറ്റിൽമെൻറ്റ് ശരിയാക്കും. അത്രയേ ഉള്ളൂ. ആ ഒരു മെൻറ്റാലിറ്റി വളരെ അതിശയമായിട്ട് തോന്നുന്നു. അപ്പം ബിസിനസ് മൈൻഡ് അതാണ് അവരവിടെ കാണിക്കുന്നത്. നമ്മുടെ നാട്ടിലതുണ്ടോ? നമുക്കൊരു റോഡ് സൈഡിലൊരു സ്ഥലം കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് നമ്മളവിടെ ചെയ്യുന്നത്? ടൂറിസ്റ്റിനെ ലക്ഷ്യമാക്കി നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഇല്ല. നമ്മുടെ ജീവിതം നമുക്ക് സാധാരണ നമ്മൾ പരമ്പരാഗത ചെയ്തിരിക്കുന്ന ബിസിനസ്സെങ്കിൽ ചായക്കടയെങ്കിൽ ചായക്കട, ഹോട്ടലെങ്കിൽ ഹോട്ടൽ, വീട്ടിലൂണ്, ഇതൊക്കെയാണ് നമ്മൾ കാണാൻ കഴിയുന്നത്. അല്ലെ ഒരു കള്ള് ഷാപ്പ് കാണാൻ പറ്റും. റോഡ് സൈഡ് ഇഷ്ടംപോലെ കള്ള് ഷാപ്പ് കാണാൻ പറ്റും നമുക്ക്. ഇവിടെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. മദ്യത്തിൻ്റെ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചില്ലല്ലോ. ആ ഒരു സംഭവം ഇവിടെ ഇല്ല. മദ്യമില്ലെന്നല്ല, ഇല്ലെന്ന് അല്ല ഞാൻ പറഞ്ഞത്. മദ്യം സുലഭം, എവിടെ നോക്കിയാലും കിട്ടും. ഏത് കടയിൽ ചെന്ന് നോക്കിയാലും കിട്ടും. നമുക്ക് ബിയറോ ഓട്ടോ മറ്റെന്ത് വേണമെങ്കിലും നമ്മുടെ രീതി അനുസരിച്ച് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ കിട്ടും. പക്ഷെ ആ ഒരു വ്യക്തിയെ അമിതമായിട്ട് കുടിച്ചിട്ട് ലക്ക് കെട്ട് കോടയിൽ കിടക്കുന്ന ഒരു സ്വഭാവം അതിവിടെ കാണത്തില്ല. അവനവന് ആവശ്യമുള്ള രീതി അവൻ കുടിക്കുന്നു, അവർ എൻജോയ് ചെയ്യുന്നു. കൂടുതലും നാട്ടുകാരൊക്കെ കൂടുതലും വിദേശികൾ വരുന്ന എല്ലാവരും, ടൂറിസ്റ്റുകൾ വരുന്ന എല്ലാവരും, മിക്കവാറും എല്ലാവരും ലോകത്തിൻ്റെ പല ഭാഗത്തുനിന്നും, എല്ലാ ഭാഗത്തു നിന്നും തന്നെ പറയാം, ഇവിടെ വരുന്നുണ്ട്, ടൂറിസ്റ്റുകൾ വരുന്നുണ്ട്. അവർക്ക് ഇത് ആവശ്യമാണ്. അപ്പോൾ അതിവിടെ സുലഭമായിട്ട് കിട്ടും. അത് അതിൻ്റേതായിട്ടുള്ള ആ റെസ്പെക്റ്റോടു കൂടി അത് കഴിക്കുന്നു, ആഘോഷിക്കുന്നു, ആനന്ദിക്കുന്നു. നമ്മുടെ ലക്ഷ്യസ്ഥാനമായ മലാമിലേക്ക് എത്താറായി കഴിഞ്ഞു. അതിൻ്റെ ഭൂപ്രകൃതി കാണുമ്പോൾ തന്നെ മുസ്തിക്ക് മനസ്സിലായി. മുസ്തി പറഞ്ഞു ഇനി കേവലം 2-3 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ, നമ്മൾ എത്രയും വേഗം അവിടെ എത്തിച്ചേരുള്ളൂ.
ഈ എപ്പിസോഡ് അത് തീരുന്നതിന് മുമ്പായിട്ട് എനിക്കൊരു കാര്യം കൂടി പറയാനുള്ളത്. എപ്പിസോഡ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കമൻസ് അതിൽ രേഖപ്പെടുത്തുക. ലൈക്ക് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുക. ഏതായാലും നിങ്ങളുടെ സഹകരണങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എപ്പിസോഡ് ഇവിടെ നിർത്താം. അടുത്ത എപ്പിസോഡ് വിശദമായിട്ട് കാണാം. വൈകിട്ട് കിട്ടിയ എൻ്റെ ലോക്കൽ ഫുഡാണിത്. ഇന്തോനേഷ്യൻ ലോക്കൽ ഫുഡായിരുന്നു ഇന്നത്തെ എൻ്റെ അത്താഴം. ബൈ ബൈ. എല്ലാവർക്കും നല്ലത് വരട്ടെ, നന്മ വരട്ടെ.